ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട്. സാന്റോസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പല ബ്രസീലിയൻ താരങ്ങളും ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയാവുന്നത്. ഏതായാലും 2018 ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ച ചില താരങ്ങളുണ്ട്. ആ താരങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നെയ്മർ ജൂനിയറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 33 വയസ്സുള്ള നെയ്മർ ജൂനിയർ നിലവിൽ സാന്റോസിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 ബ്രസീൽ ടീമിൽ ഗബ്രിയൽ ജീസസിന് ഇടമുണ്ടായിരുന്നു. 27-കാരനായ താരം ഇപ്പോൾ ആഴ്സണലിൽ തന്നെയാണ് ഉള്ളത്. ഇനി 36 വയസ്സുള്ള വില്യൻ ഇപ്പോൾ ഫുൾഹാമിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പക്ഷേ വീണ്ടും അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഫുൾഹാം അദ്ദേഹത്തെ വീണ്ടും സൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 32 വയസ്സുള്ള ഫിലിപ്പെ കൂട്ടീഞ്ഞോ, അദ്ദേഹം നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ വാസ്കോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിയൻ മണ്ണിലേക്ക് തന്നെ കൂട്ടീഞ്ഞോ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പൗളീഞ്ഞോയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 36-കാരനായ ഈ താരം ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വലിയ ഒരു കരിയറൊന്നും അവകാശപ്പെടാൻ പൗളീഞ്ഞോക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കാസമിറോ അന്ന് ബ്രസീലിയൻ ടീമിലുണ്ടായിരുന്ന താരമാണ്. 32-കാരനായ കാസമിറോ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണ് ഉള്ളത്. അതേസമയം 36 വയസ്സുള്ള മാഴ്സലോ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമീപകാലത്താണ് മാഴ്സലോ തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. തിയാഗോ സിൽവ ഇപ്പോഴും കളിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 40 വയസ്സുള്ള തിയാഗോ സിൽവ നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതുപോലെ തന്നെ മിറാണ്ട അന്ന് ബ്രസീലിയൻ ടീമിൽ കളിച്ച താരമാണ്. 40 വയസ്സുള്ള മിറാണ്ട ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കളി അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാഗ്നർ ഉണ്ടായിരുന്നു. 35-കാരനായ ഫാഗ്നർ ക്രുസൈറോയിലാണ് ഇപ്പോൾ ഉള്ളത്, ബ്രസീലിയൻ ലീഗിലാണ്. അതുപോലെ തന്നെ ആലിസൺ ബക്കർ ഇപ്പോഴും ലിവർപൂളിൻ്റെ താരമാണ്. 32-കാരനായ താരം ലിവർപൂളിൽ തന്നെയാണ് തുടരുന്നത്. ഇങ്ങനെയാണ് 2018 ബ്രസീലിയൻ ടീമിൻ്റെ ഒരു സ്ഥിതി വരുന്നത്. ഇതിൽ വളരെ ചുരുക്കം താരങ്ങൾ മാത്രമാണ് ഇപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാഗമായിക്കൊണ്ട് തുടരുന്നത്. ആലിസണും അതുപോലെ തന്നെ നെയ്മറും ഒക്കെ ഇപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാഗമാണ്. മറ്റു പലർക്കും ഇപ്പോൾ ടീമിലെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. പലരും ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.